നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ സാറിന് DC തൂകുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഫൈനലി നമ്മുടെ സിസ്റ്റം ഡാൻസിങ് ലൈറ്റും ബ്ലൂടൂത്തും FM-ഉം റേഡിയോയും ഓക്സിജനും എല്ലാ ഫെസിലിറ്റിയും. നേരത്തെ ഇതിനകം ബ്ലൂടൂത്ത് ഇല്ലായിരുന്നു, പെൻഡ്രൈവ് ഇല്ലായിരുന്നു, ഇതൊന്നും ഇല്ലായിരുന്നു, സെറ്റായിരുന്നു. ഇതിപ്പോൾ ബ്ലൂടൂത്തായി, പെൻഡ്രൈവായി, ഓക്സിജനായി, FM റേഡിയോ നേരത്തെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാ സാധനങ്ങളോട് ഫിറ്റ് ചെയ്തു. റിമോട്ട് അന്നും ഉണ്ടായിരുന്നു, ഇന്ന് വളരെ സിമ്പിൾ റിമോട്ടും ആയിട്ടുണ്ട്. സെറ്റ് ഫിനിഷ്ഡ് ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫൈനൽ ചെക്കപ്പ് ഒന്ന് നോക്കാം. ഇപ്പോൾ ബ്ലൂടൂത്തിൽ നിന്ന് നമുക്കൊരു ഓഡിയോ ഇടാം, നമ്മുടെ തന്നെ ഓഡിയോ ഇടാം, അതിൻ്റെ ഒരു എഫക്റ്റും നോക്കാം. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിന് നമുക്ക് ഫ്രണ്ടിലൊരു ഡാൻസിങ് ലൈറ്റ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഡാൻസിങ് ലൈറ്റ് നേരത്തെ ഒരു ഡിസ്പ്ലേ ഉണ്ടായിരുന്നു, അതെല്ലാം പോയല്ലോ. അതെല്ലാം പോയതുകൊണ്ട് നമുക്ക് വേറെ ഇപ്പം കിട്ടുന്ന ടൈപ്പ് 2 ഡ്യുവലായിട്ടുള്ള 2 ഡാൻസിങ് ലൈറ്റ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതവിടെ ഫിക്സ് ചെയ്യണമെങ്കിൽ ഇപ്പം നിലവിൽ അവിടെ ഇരിക്കുന്ന ഒരു ഡിസ്പ്ലേ ഉണ്ട്, ഒരു ഗ്ലാസിൻ്റെ ഡിസ്പ്ലേ. ആ ഡിസ്പ്ലേ നമുക്ക് റിമൂവ് ചെയ്യണം. അത് റിമൂവ് ചെയ്ത് അതിനിടയുണ്ടാക്കിയതിന് ശേഷം വേണം നമുക്ക് ആ LED ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ LED ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡിസ്പ്ലേ അഴിച്ചെടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതിന് കുറേ കാലുണ്ട്. ആ കാലെല്ലാം അഴിച്ചെടുത്ത് നമുക്ക് അവിടെ ഇടയുണ്ടാകണം. അപ്പോൾ ആ ഡിസ്പ്ലേ അവിടെ നിന്ന് മാറ്റിയാലേ നമുക്ക് പുതിയ ഡിസ്പ്ലേ അവിടെ വെക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണ് വെക്കുന്നത് നമുക്കൊന്ന് സൂക്ഷ്മമായിട്ട് നോക്കാം. ഒരെണ്ണമെങ്കിലും പിടിച്ചിരിപ്പുണ്ടായിരുന്ന പോരിയല്ല, ഹെഡൊക്കെ എടുത്തത്. ഇത്രയും കാലം ഉണ്ടെങ്കിലും മതി. ഇതാണ് ആ സെറ്റിൻ്റെ ഡിസ്പ്ലേ. TV എല്ലാം. അപ്പോൾ അന്നത്തെ കാലത്തെ ഒരു സ്പെക്ട്രം ഡിസ്പ്ലേ ആണ്. ഇന്നിപ്പോൾ ഇതിൻ്റെ ഒന്നും വലിയ
സംഭവം ഒന്നുമില്ല. ഇത് മാക്സിമം ഇന്ന് ഇതൊക്കെ പുറകോട്ട് പോയത്. ഇതൊന്നും ഇപ്പോൾ ഒരു സെറ്റിലും അങ്ങനെ പിടിപ്പിക്കാറില്ല. അത്യാവശ്യം ഇൻഡിക്കേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഉണ്ടാക്കിയ ആൾക്കാർ ഉണ്ട് ഇവിടെ. സോണിക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സോണിയുടെ ബാർകോഡാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഉണ്ടാക്കിയത് ആരാന്ന്, വായിക്കാൻ പറ്റുമോ എന്ന് നോക്കൂ. മൊബൈൽ സൂം ചെയ്താൽ മതി, അപ്പോൾ കിട്ടും. ഇത് മാനുഫാക്ചറെ കണ്ടല്ലോ, സാംസങ് 1-518-820-11 എന്ന് പറഞ്ഞാൽ സോണിയുടെ കോഡ് തന്നെയാണ്. അത് സോണിക്ക് വേണ്ടി സാംസങ് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ പണ്ട് തൊട്ട് സോണിയും സാംസങ്ങും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ എല്ലാ കമ്പനിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സാധനങ്ങൾ കൊടുക്കൽ വാങ്ങലൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് എൻ്റെ ഡിസ്പ്ലേക്കകം. ഈ ഒരു IC വെച്ചിട്ട് ഇനി ഈ IC ഉണ്ടാക്കിയിരിക്കുന്ന പറഞ്ഞാൽ NEC ജപ്പാൻ. NEC എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ IC ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുണ്ട് NEC ജപ്പാൻ. NECയുടെ IC ആണ് അത്. എന്നാൽ ഇപ്പറ വേറൊരു IC ഉണ്ട്. ഇത് കണ്ടോ, ഇത് മിത്സുബിഷി. ആ എമ്പളം നിങ്ങൾ നോക്കിയേ, M65. അത് മിത്സുബിഷിയുടെ IC ആണ്. ഇത് JRC സീരിയൽ IC ആണ്, സ്വിച്ചിങ് IC ആണ്. അതിൻ്റെ മാനുഫാക്ചറുടെ നെയിം അവിടെ എഴുതിയിട്ടില്ല. പിന്നെ ഇവിടെ ഒരു IC ഉണ്ട്. അതിൻ്റെ മാനുഫാക്ചർ നെയിമില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ബോർഡ് അസംബിൾ ചെയ്തെടുത്തതിൽ, സോണിയുടെ ഈ ബോർഡ് അസംബിൾ ചെയ്തെടുത്ത് സോണി പലരോടും സോഴ്സ് ചെയ്തിട്ടുണ്ട്. പാനൽ PCB എന്നാണ്, KPC 95 നമ്പർ സോണിയുടെ പാനൽ PCB ആണ് അസംബിൾ ചെയ്തപ്പം പല സാംസങ്ങിൻ്റെ നിന്നും മിത്സുബിഷിയുടെ നിന്നും പലരുടെ നിന്നും പ്രോഡക്റ്റ് മേടിച്ചാണ് സോണി ഇത് അസംബിൾ ചെയ്തെടുത്തിരിക്കുന്നത്. എല്ലാ കമ്പനികളും അറിയാമല്ലോ, വണ്ടിയാണെങ്കിൽ പോലും അങ്ങനെയാണ്. സ്വന്തമായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അതെന്നതാ? ഇതാണ് LED. ഡാൻസിങ് LED യോ? ആ, ഇതാണ് ഇതിൻ്റെ. ഒരെണ്ണം കൂടി വെച്ചേക്കാന്ന് വെച്ചു. ഇത് ഇതിൻ്റെ സ്വിച്ചാണ്. നമുക്കിപ്പോൾ ഇതെല്ലാം മാറ്റാനുള്ള സ്വിച്ചാണ്. ഇപ്പം മാറ്റുന്നില്ല നമ്മൾ. ഇതിൻ്റെ പല മോഡ് മാറ്റുന്ന ഈ സ്വിച്ച്. ഈ സ്വിച്ച് ഇത് നമ്മൾ പുറകേക്കാണ് ഇത് സോൾഡർ ചെയ്യാൻ പോകുന്നത്. ഇത് 12 വോൾട്ട് വരുമ്പോൾ ഇത് അകത്തേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 12 വോൾട്ട് ഗ്രൗണ്ട് അങ്ങനെയാണ്. നമുക്ക് രണ്ട് സൈഡിലേക്ക് ഇത് നമ്മുടെ ആവശ്യം പോലെ നമുക്ക് സോൾഡർ ചെയ്തെടുക്കാൻ പറ്റും. അതവിടെ വെച്ചിട്ട് അതവിടെ എങ്ങനെയാണ് വെക്കുന്നത്? അവിടെ സോൾഡർ ചെയ്തിട്ട് അപ്പോൾ നമ്മളൊരു LED ലൈറ്റ് ഫിറ്റ് ചെയ്തതാണ്. ഒരെണ്ണത്തിൽ ഡ്യുവലായിട്ട് ഉള്ള 2 ഡ്യുവൽ സെറ്റാണ് ചെയ്യുന്നത്. അത് നമുക്ക് അതിൻ്റെ കണക്ഷന് പുറകുവശത്തു നിന്ന് കൊടുക്കണം. അതിപ്പോൾ അതിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് 12 വോൾട്ടാണ്. പിന്നെ ഒരു ലെഫ്റ്റ് ഇൻപുട്ട് റൈറ്റ് ഇൻപുട്ട് പിന്നെ എർത്ത്. അങ്ങനെ 3 2 5 ലൈനാണ് ഇതിന് ഒരെണ്ണത്തിന് വരുന്നത്. രണ്ടും കൂടെ നമ്മളവിടെ കയറ്റിയിട്ട് നമ്മൾ രണ്ടും കൂടെ പാരൽ ചെയ്ത് കണക്ഷൻ കൊടുത്ത് മുറുക്കാൻ പോവാണ്. ആദ്യം നമ്മൾ 2 എൻഡിലായിട്ട് വെച്ചത്, പക്ഷേ ആ എൻഡിലായിട്ട് വെക്കുമ്പോഴത്തേക്കും ഈ സാധനം നമുക്ക് ഈ കവറി വന്നു കഴിയുമ്പോൾ മേളത്തേത് LED മേളിലേക്ക് പോകുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് പിന്നെ നമ്മളത് മാറ്റി രണ്ടും പറിച്ച് നമ്മൾ നടുക്കാക്കിയിട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇപ്പോഴത്തേതുപോലെ വന്നു.
ഇതിപ്പോൾ ആംപ്ലിഫയറിൻ്റെ റൈറ്റ്, ഗ്രൗണ്ട്, ലെഫ്റ്റ് 3 ലൈനുകളുണ്ട്. ഈ 3 ലൈനും നമ്മളിപ്പോൾ കൊടുത്തു. റൈറ്റ്, ലെഫ്റ്റ്, ഗ്രൗണ്ട്. അതിൽ റൈറ്റ് കൊടുത്തിരിക്കുന്ന റെഡാണ്. റെഡിൽ നമ്മൾ റൈറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മളത് ഗ്ലൂ ഗൺ ചെയ്ത് വിടുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വയറ് നല്ലപോലെ നമ്മൾ സോൾഡർ ചെയ്തതാണ്, കുഴപ്പമൊന്നും വരികയില്ല. എങ്കിലും നമുക്കൊരു ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് നമ്മളിത് വലിഞ്ഞാലും എന്താ വന്നാലും അതിനൊരു ക്ലാവ് കയറും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഇൻപുട്ടിന് ഗ്ലൂ ഗൺ കൊടുത്തു. പിന്നെ ഇൻപുട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെച്ച് ദൂരമൊക്കെ ഒന്ന് നോക്കണം. ഇവിടെയാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ വെക്കുന്നത്. ഇവിടെ നമ്മൾ വെച്ച് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഇൻപുട്ട് ഇവിടെ വന്ന് നിപ്പുണ്ട്. ഇച്ചിരി നീളം, ഇത്രയും നീളത്തിൻ്റെ ആവശ്യം ഒരിക്കൽ ഇല്ല. നമുക്കൊരു ഇത്രയൊക്കെ നീളം ഇട്ടാൽ മതി. ഈ ലൈന് നീളം കുറയ്ക്കേണ്ട കാര്യമില്ല. അപ്പം അതിൽ റൈറ്റ്, ലെഫ്റ്റ്, സെൻറ്റർ അങ്ങനെ ആയിരിക്കും ഇത് വരുന്നത്. അല്ല നമുക്കൊന്ന് അഴിച്ച് നോക്കാം. ാന്നല്ല പറഞ്ഞേ? അതാ മഞ്ഞെന്ന് പറയുന്നത്. സ്ലീവ് വേണം, സ്ലീവ് ഏറ്റവും മണ്ണുള്ള സ്ലീവിനെടുത്തു. ഇതിപ്പോൾ ഒരു കണക്ഷൻ കാണിക്കാം. ഇത് നമ്മുടെ ഫ്രണ്ടിലത്തെ USB ബോർഡ്. ഈ USB ബോർഡിലോട്ട് നമ്മളിത് കണ്ടു ഒരു പിന്നിങ്ങനെ ഇതിൽ വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഇൻപുട്ട്. ഇതിൻ്റെ ഇൻപുട്ടാണ് ഈ പിന്ന് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ പിന്ന് നോക്കി കുത്തണം. അതിന് വെട്ട് നോക്കി നമ്മളിത് കൊടുക്കും. അതിൻ്റെ സപ്ലൈ ആണ് ഇപ്പറേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഇത് കണ്ട് ഇവിടെ നിങ്ങൾ നോക്കിയാണ് ആൻറ്റിന, FM ആൻറ്റിന ആണേ. FM ആൻറ്റിന. അതിൻ്റെ ഇപ്പറേ റൈറ്റ് ഔട്ട്, ഗ്രൗണ്ട്, ലെഫ്റ്റ് ഔട്ട്, അങ്ങനെ 4 വയർ. അപ്പോൾ ആൻറ്റിന നമ്മൾ ഒരു വയറിട്ടിട്ട് ഈ വയർ, ഈ ചുവന്ന വയറാണ് ആൻറ്റിന. അത് നമ്മളിപ്പോൾ കൊടുത്തിട്ടില്ല, ഇവിടെ ഇട്ടിരിക്കുകയാണ്. അതിന് നമ്മളൊരു വയർ ഇച്ചിരി നീട്ടത്തിൽ ഇടാൻ പോവാണ്. അപ്പോൾ ഇട്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാം ആൻറ്റിന. ഇവിടെ ഒന്നും എത്തിയല്ല, ഈ വയർ എത്തും. അപ്പോൾ ഈ വയർ എടുക്കാം. FM ആൻറ്റിന ഈ സെറ്റിന് പുറകിലുണ്ട്, FM ആൻറ്റിനയുടെ കണക്ഷനെ. അപ്പോൾ അത് കൊടുക്കാമെന്ന് ഓർത്താം. FM ആൻറ്റിന ഇത് FM ഇപ്പോൾ നല്ലപോലെ കിട്ടും. ഇവിടെയൊക്കെ നല്ല FM ആയിട്ടുണ്ട്. പക്ഷേ ഈ വയർ അത്ര പോരാ. വയറിനൊരു കറുപ്പുണ്ട്, അതുകൊണ്ട് ആ വയർ മാറ്റുക. ഇത്ര വണ്ണമുള്ള ഈ സിംഗിളിന് തരരുതേ, സെറ്റാവേല. മനസ്സിലായില്ലേ? പിന്നെ ഒരുവിധം സെറ്റായി, കുഴപ്പമില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ആൻറ്റിനയുടെ ഇപ്പം നമ്മളിപ്പോൾ കൊടുത്ത് ആൻറ്റിന കൊടുത്തു, പിന്നെ മറ്റേ അതെല്ലാം കൊടുത്തു. ഇനിയിപ്പോൾ ഈ സാധനം നമുക്കിവിടെ മുറുക്കാം. ഇതിൻ്റെ സ്ക്രൂ എടുത്ത് ഇത് മുറുക്കി വിട്ടാച്ചാൽ വൃത്തിയായിട്ടിരുന്നോളും. ഒരെണ്ണം മുറുക്കി രണ്ടാമത്തെ സ്ക്രൂവും കൂടെ നമ്മൾ മുറുക്കുവാണ്. ഇത് നമ്മൾ തിരിച്ച് ഫിക്സ് ചെയ്തു. നമ്മൾ 2 സ്ക്രൂ ആണ് ഇടുന്ന. 2 സ്ക്രൂ ഇട്ട് അത് തിരിച്ച് നമ്മൾ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തു. കുഴപ്പമില്ല. പിന്നെ നമ്മളതിൻ്റെ കണക്ഷൻ ഇതാണ്ട് ഇവിടെ കണക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഏരിയലിനുള്ളത് എടുത്തു വെച്ചു. ഇനി നമ്മൾ 3 കണക്ഷൻ, അതായത് ലെഫ്റ്റ്, റൈറ്റ്, എർത്ത്, അത് വെച്ച്
ഇതുള്ള ഒരു സ്ലീവ് നമ്മൾ ഇടുവാണ്. അപ്പം 3 വയർ വെച്ച് ഒരെണ്ണത്തിന് വരും. അടുത്തത് നമ്മൾ സ്ലീവ് എടുത്തു. പിന്നെ ഇവിടെ എർത്തുണ്ട്. എർത്തിനും നമുക്കൊരു സ്ലീവ് കൊടുത്തേക്കാം. അതും കൂടെ ഇരുന്നോട്ടെ. ഇത് രണ്ടും കൂടെ വരുമ്പോൾ നമുക്ക് എന്നാണേലും ഇപ്പം 3 വന്നു. ഈ 3 കൂടെ നമുക്ക് ഒന്നിച്ച് ഇൻസുലേറ്റ് ചെയ്തേക്കാം. അപ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മളതിനെ ഒന്ന് ഇൻസുലേറ്റ് ചെയ്യിക്കുന്നു. അതിൻ്റെ എൻഡും എല്ലാം കവർ ചെയ്ത് ഇൻസുലേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ബോർഡേൽ ഇൻപുട്ട് വന്നു, പിന്നെ ഏരിയയിൽ വന്നു. ഇനി ഏരിയയിൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ FM-ൻ്റെ ആൻറ്റിന കൊടുക്കാനുള്ള ഒരു സ്ഥലം ഇവിടെയുണ്ട്. അതിൽ തന്നെ നമ്മൾ ഏരിയയിൽ കൊടുക്കാൻ പോവാം. FM-ൻ്റെ ഇത് FM ആൻറ്റിന ഇവിടെയുണ്ട്. നമുക്കത് ഇവിടെ ഇങ്ങനെ ഒതുക്കിയെടുക്കാൻ പറ്റും. ഇവിടെ ഹോളുണ്ട്. ആ ഹോളിൽ കൂടെ നമ്മളവനെ ഒതുക്കി ഇവിടെ കൊണ്ടുവന്നു. അത് കണക്ട് ചെയ്തു. അപ്പോൾ FM ആൻറ്റിനായി വലിഞ്ഞിട്ടില്ല, കൂളായിട്ട് കിടന്നോളും. ഞാൻ അത് പറഞ്ഞു പോയിരിക്കാൻ വേണ്ടി അവനും ഇച്ചിരി ഗ്ലൂ ചെയ്തേക്കാം. FM ആൻറ്റിന നമ്മൾ കണക്ട് ചെയ്തു. FM ഉള്ളതുകൊണ്ടാണ് കേട്ടോ FM ആൻറ്റിനായി കണക്ട് ചെയ്തു. ഇതൊക്കെ നമ്മൾ ഇച്ചിരി ഗ്ലൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബോഡിയിലെങ്ങാനും ടച്ച് ചെയ്താലും സപ്ലൈ ആയതുകൊണ്ട് ബോഡിയിലൊന്നും ടച്ച് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും വലിയണ്ട എന്നോർത്തിട്ടാണ്. ചെയ്യുന്ന വർക്ക് നല്ല വൃത്തിയായിട്ടിരിക്കേണ്ട, അതുകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. സ്ലീവ് ഇട്ടിട്ടുണ്ട്. ബോഡിക്ക് ന്യായമായ ഗ്യാപ്പുണ്ട്. ബോഡിയെ ടച്ച് ചെയ്യൊന്നുമില്ല. എങ്കിലും നമ്മളൊരു പൊടിക്കും കൂടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഗമ്മിടുന്നത് മാത്രമേ ഉള്ളൂ. ണ്ട് എനിക്കത് കാണുമ്പോൾ വല്ലാത്തൊരു നേരത്തെ ക്ലീൻ ചെയ്യാതെ ഫ്ലക്സ് എല്ലാം എടുത്ത് ക്ലാവ് അടിച്ച് പിന്നെ ആ ബോർഡ് മുഴുവൻ തുരുമ്പാവും. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. ഞാൻ കുറ്റമായിട്ട് പറഞ്ഞതല്ല. സർവീസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഫ്ലക്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇങ്ങനെ ഒന്ന് പിടിച്ചേ ബോർഡ് പിടിക്കാൻ അങ്ങോട്ട് താക്കല്ലേ. ഉപയോഗം ഉള്ളതാണേലും ഇല്ലാത്തതാണേലും ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് വിട്ടാൽ എത്ര വർക്കത്തായിട്ട് കണ്ടോ. ഇങ്ങനെ മുമ്പേ ഇരുന്ന സാധനമാണിത്. എത്ര വൃത്തിയായി. ഇപ്പം നമ്മൾ ചെയ്യുന്നൊരു
വൃത്തിയും കാര്യങ്ങളും വളരെ അത്യാവശ്യമാണ് ജോബിന്. അതവിടെ ഫ്ലെക്സ് ആണ്, ആസിഡ് അവിടെ മുഴുവൻ ദ്രവിച്ചു പോയിട്ട് നമ്മൾ ഇതിൻ്റെ ബോർഡിന് കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഫ്ലെക്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ക്ലീൻ ചെയ്യാതിരിക്കരുത്. പിന്നെ ഈ തിന്നറിനൊക്കെ നല്ല വിലയുള്ള 200 രൂപ മേളിൽ വിലയല്ല ഇപ്പം. അതൊക്കെ കൊണ്ടായിരിക്കും ആൾക്കാർ ലാഭിക്കുന്നതായിരിക്കും. എനിവേ എനിക്കങ്ങനെയൊന്നും ചെയ്ത് ശീലമില്ല, ഇത് ഞാനങ്ങനെ ചെയ്യില്ല. ഇനി നമുക്ക് കൊടുക്കേണ്ട സ്പീക്കറാണ്. സ്പീക്കർ ചില നീളം ഉണ്ട് നമ്മൾ വെച്ചിരിക്കുന്ന വയറിന്. ആ നീളം കിടന്നോട്ടെന്ന് ഞാൻ വിചാരിക്കുക. ഈ ബോർഡിലോട്ട് കൊടുക്കുവാണ്. സ്പീക്കർ പോസിറ്റീവ് നെഗറ്റീവും സ്പീക്കറിനുണ്ട്. അതെപ്പോഴും നമ്മൾ നോക്കണം. പോസിറ്റീവ് നമ്മൾ വരയില്ലാത്ത, അതായത് ബ്ലാക്ക് വരയില്ലാത്തത് പോസിറ്റീവും ബ്ലാക്ക് വരയുള്ളത് നെഗറ്റീവായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളത് കണക്ട് ചെയ്യാൻ പോവുകയാണ് ഫസ്റ്റ് സ്പീക്കർ. അപ്പോൾ അത് സ്പീക്കർ ലെഫ്റ്റ് റൈറ്റ് ഉണ്ട് സ്പീക്കറിനും. ഇപ്പോൾ നമുക്ക് ഉദാഹരണം റൈറ്റ് ആദ്യം കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇത് സ്പീക്കർ ലെഫ്റ്റാണ് ഇത്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് കണക്ഷൻ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഉള്ള ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ DCയിലുള്ള കളി ആയതുകൊണ്ട് എല്ലാം പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കളിയാണ്. AC പോലെയല്ല. AC എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഓൾട്ടർനേറ്റീവ് കറണ്ട്. അപ്പോൾ ഈ ഇതിൽ ഏതാണ് പോസിറ്റീവ് നോക്കണം. ഇപ്പോൾ ഈ സാധനം നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇതിൽ റൈറ്റ്. അപ്പം ഇതല്ല, നമുക്കൊരു വയർ കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് റൈറ്റ്. അപ്പോൾ ഇത് റൈറ്റിൽ കൊടുത്തേക്കാം. അപ്പോൾ പിന്നെ മാറിപ്പോണ്ടല്ലോ. റൈറ്റിലേക്ക് നമ്മൾ ആദ്യം കൊടുക്കുന്നു. എപ്പോഴും നമ്മൾ വയറിൻ്റെ അറ്റൊന്ന് ഇതുപോലെ സോൾഡർ ചെയ്യുവാണെങ്കിൽ എപ്പോഴും നല്ലതാണ്. ഒരിടത്തും പോയി മുട്ടുകയില്ല. ഇത് റൈറ്റ് ഔട്ട്, അതിൽ പോസിറ്റീവ് ഇപ്പുറ സൈഡിൽ. അപ്പോൾ ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവായിട്ട് വേണം കൊടുക്കാൻ. സെറ്റിലെല്ലാം വ്യക്തമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കൊടുക്കുക. ചില ആൾക്കാരിങ്ങനെ ബോർഡ് മേടിച്ചു അടിച്ചു പോയി കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഈ കമൻറ്റ് ഇട്ടിരിക്കുന്നത് ഞാൻ ഒത്തിരി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ വീഡിയോ അധികം പിടിച്ചിട്ടിട്ടില്ലെന്നുള്ളൂ. ഓഡിയോയിൽ ആൾക്കാർക്ക് ഇത്രയും താല്പര്യമുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ TV കൂടുതൽ ചെയ്തിട്ടിരിക്കുന്നത്. ഓഡിയോയിൽ ഇത്രയും താല്പര്യമുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സാധനം അത് നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യുവാണ്. അടുത്ത് നമ്മൾ ലെഫ്റ്റിൽ ഇവിടുന്ന് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നിടത്തുനിന്ന് നമ്മൾ മീറ്റർ വെച്ചിട്ട് നോക്കുകയാണ് ആ ലൈൻ ഏതാണെന്ന്. ഇത് ലെഫ്റ്റ് കറക്റ്റാണ്. മീറ്റർ നോക്കി, ഇത് കണക്ഷനുണ്ട്. ഇത് ഇവിടെ വെച്ചിരിക്കുന്നത് ഇത് ലെഫ്റ്റിലാണ്. അപ്പോൾ അതും കൺഫേമായി. ഇനിയിപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്തു. അപ്പോൾ ലെഫ്റ്റിൽ കൊടുത്തു. റൈറ്റ് നമ്മളിപ്പോൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇനി അതുകൊണ്ട് ഇനി മാറിപ്പോകല. ഇതുകൊണ്ട് ഇതിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ട് നെഗറ്റീവ് പോസിറ്റീവ് ലെഫ്റ്റ് ഔട്ട്. സ്പീക്കർ ഔട്ടാണ് ലെഫ്റ്റ് ഔട്ട്. അത് നമുക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. സ്ക്രൂ ആണ് നല്ല ഇതല്ല. അവസാനം നമുക്ക് ഗ്ലൂ ചെയ്ത് വിടാം. ഇതിൽ പോസിറ്റീവ് ഇന്നറിലേക്കാണ്. അപ്പോൾ ഇത് പോസിറ്റീവ് കൊടുക്കണം. ഇത് പോസിറ്റീവ് കൊടുത്തു. അത് നമുക്ക് മുറുക്കണം. ഇത് നെഗറ്റീവ് ഇവിടെ കൊടുക്കുന്നു. നെഗറ്റീവ് എപ്പോഴും നമ്മൾ ബ്ലാക്ക് വരയുള്ള വയറാണ് ഉപയോഗിക്കുന്നത്. ഞാൻ എപ്പോഴും ഇതൊക്കെ വീണ്ടും എടുത്ത് പറയുന്നത് നിങ്ങൾക്കൊരു തെറ്റ് പറ്റാതിരിക്കാനാണ്. നെഗറ്റീവ് കൊടുത്ത് അത് ഫുള്ളായിട്ട് ഇതുപോലെ കയറിയതിന് ശേഷം നമുക്കതും നല്ല രീതിയിൽ മുറുക്കിയെടുക്കാം. പിന്നെ ഇവിടെ 2 പ്രീസെറ്റ് ഉണ്ട്. അത് നമ്മൾ ഇനി ഗെയിം പോരെങ്കിൽ കൂട്ടാനാണ്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അവർ കറക്റ്റായിട്ട് സെൻട്രലൈസ് ചെയ്ത് ഗെയിം ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് സ്പീക്കറിൻ്റെ വയറും രണ്ടും കൊടുത്തു, ഇൻപുട്ടും കൊടുത്തു. ഇത് നമ്മൾ കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ സപ്ലൈ നമ്മളുടെ 12 to 24 വോൾട്ട് സപ്ലൈ. നമുക്കൊരു 15 വോൾട്ടൊക്കെ വരുന്നുള്ള ഒരു സപ്ലൈ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ 12 വോൾട്ടിൻ്റെ ആവശ്യമുള്ളൂ. അതിൻ്റെ സപ്ലൈ നമുക്കിവിടെ വന്ന് കിടപ്പുണ്ട്.
എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും, അത്ര ഉള്ളല്ലോ സപ്ലൈ എന്ന് പറയുന്നത്. അത് കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നെഗറ്റീവും പോസിറ്റീവും ഒരു കാരണവശാലും തിരിഞ്ഞു പോകാൻ പാടില്ല. തിരിഞ്ഞു പോയാൽ ബോർഡടിച്ചു. എന്നിട്ട് ബോർഡ് കൊള്ളുകയില്ല. ബോർഡ് ഞാൻ കൊടുത്തു, ഞാൻ കറക്റ്റായിട്ടാണ് കൊടുത്തത്, എന്നിട്ട് ബോർഡ് നിന്നില്ല, അടിച്ചു പോയെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന വർക്ക് നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ 1-2 പ്രാവശ്യം നോക്കണം. ഞാൻ അതുകൊണ്ടാണല്ലോ ആ ബോർഡ് ഫിക്സ് ചെയ്ത് ബോർഡ് വീണ്ടും ഞാൻ അഴിച്ച് ഞാൻ നോക്കിയത്. നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിനൊരു തെറ്റ് പറ്റരുത്. തെറ്റ് പറ്റിക്കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നിങ്ങൾ കണ്ടല്ലോ, പോസിറ്റീവും നെഗറ്റീവും ഞാൻ ലെഡ് ചെയ്യുവാണ്. ലെഡ് ചെയ്ത് കഴിയുമ്പം ഒരിക്കലും അത് ക്ലാവ് പിടിക്കുകയില്ല. ഒന്ന്, കാരണം ഇത് കോപ്പർ വയർ ആയതുകൊണ്ട് ഭാവി ക്ലാവ് പിടിക്കാനും ഓക്സൈഡ് ഉണ്ടാകാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ലെഡ് പിടിച്ച് കഴിഞ്ഞാൽ ലൂസും വരികയില്ല. ലൂസ് കണക്ഷനോ അങ്ങനെയുള്ള കോണ്ടാക്റ്റുകളൊന്നും വരികയില്ല. എന്നോർത്ത് ഒത്തിരി നീളവും വേണ്ടതാണ്. അപ്പോൾ എൻ്റെയൊക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് വൃത്തിയാക്കി നമുക്ക് വെക്കാം. കണക്ഷൻ കൊടുക്കുന്നത് നോക്കാം. ഇത് പോസിറ്റീവ് നെഗറ്റീവ്. ഈ ബോർഡിൻ്റെ പുറകിൽ വളരെ വ്യക്തമായിട്ട് പോസിറ്റീവ് നെഗറ്റീവ് എഴുതിയിട്ടുണ്ട്. ഉണ്ടല്ലോ, കണ്ടോ ബോർഡിൽ. ഇപ്പോൾ സ്പീക്കറിൻ്റെ ലൈൻ ഇപ്പം നമ്മളിപ്പോൾ കൊടുത്തു, പോസിറ്റീവും നെഗറ്റീവും നമ്മൾ കൊടുത്തു. അത് നമ്മൾ വലിച്ചു നോക്കണമല്ലോ, ലൂസ് വല്ലതും ഉണ്ടോ, ഊരി വല്ലതും വരുമെന്നോ. ഇതാണ്ട് ഊരി വന്നു പറഞ്ഞാൽ എത്ര നമ്മൾ സ്പേസ് ഇട്ട് ചെയ്താലും എത്ര ഇത് ചെയ്താലും ചിലപ്പോൾ ഇത് ഊരി വരും. കാരണം അതങ്ങനെ അതിൻ്റെ ഒരു പിന്നിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അത് ലൂസ് വന്നിട്ടില്ല എന്ന് നമ്മൾ നല്ലപോലെ കയറ്റി നല്ലപോലെ അത് മുറുക്കണം. എന്നിട്ട് നമ്മളിതുപോലെ വലിച്ച് തന്നെ നോക്കണം. ഇപ്പോൾ അത് മുറുകിയില്ലായിരുന്നു, ഇപ്പോൾ നമ്മൾ മുറുക്കി. കണ്ട ഇപ്പം പോരുന്നില്ല, കണ്ടോ. ഇപ്പം പോസിറ്റീവ് നെഗറ്റീവ് ഓക്കെ, ഇതും പോരുന്നില്ല ഇതും പോരുന്നില്ല. സ്പീക്കർ ഓക്കെ. ഇനി ഇതുപോലെ തന്നെ ഡി സി കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നെഗറ്റീവ് പോസിറ്റീവ് ബോർഡ് എഴുതിയിട്ടുണ്ട്. 8 വോൾട്ട് തൊട്ട് 24 വോൾട്ട് വരെ ഇത് കറക്റ്റ് കണക്ട് ചെയ്യാം. ഈ കണക്ടർ കുഴപ്പമില്ല, എന്നാലും നല്ലപോലെ മുറുക്കിയില്ലെങ്കിൽ വലിയ പ്രശ്നമാണെന്ന് ഞാൻ കണ്ടു. ഇപ്പം നെഗറ്റീവ് ഇപ്പുറത്തെ സൈഡാണ്, അത് നെഗറ്റീവ് കൊടുക്കുക. അത് 1-2 പ്രാവശ്യം നോക്കി നിങ്ങൾക്ക് നല്ല കൺഫേം വന്നിട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇച്ചിരി വണ്ണം കൂടിപ്പോയി ചെയ്തത്. 2 വയർ ഇച്ചിരി ഗേജുള്ള വയറാണ്, ഞാൻ ആംബിയറുള്ള സപ്ലൈ ആയതുകൊണ്ടേ എടുത്തത്. അതുകൊണ്ട് അതിനകത്ത് കയറാനൊരു ഇച്ചിരി പ്രശ്നമുണ്ട്. എന്നാലും കയറും കേട്ടോ. അപ്പോൾ ഒരു നല്ല ടൈറ്റായിട്ടങ്ങ് കയറിക്കോളും. നമ്മൾ മുറുക്കാതെ തന്നെ അവൻ ടൈറ്റാകും. അത് സ്പ്രിങ് പോലെയുള്ള, അത് ഇച്ചിരി അകലുന്ന സാധനം. ഇതിപ്പോൾ കണ്ടോ, ഇച്ചിരി മുറുക്കിയത് നെഗറ്റീവ് റെഡി. ഇനി അടുത്ത് പോസിറ്റീവ്. ഇത് കണ്ടോ, ഇവിടെ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. അത് വീണ്ടും ഞാൻ കാണിക്കുന്നു. ഒരിക്കലും തെറ്റരുത്. തെറ്റിപ്പോയി കണ്ടമാനം ആൾക്കാരുടെ ബോർഡ് അടിച്ച് പോയിട്ടുണ്ട്. ചിലപ്പോൾ പോയില്ലെന്നും വരാം. അതൊക്കെ നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഇപ്പോൾ ചിലർ കമൻറ്റ് ചെയ്യുമായിരിക്കും, ഞങ്ങൾ കൊടുത്തിട്ടുണ്ടങ്ങനെ തിരിച്ച് പോയിട്ടില്ല. അതൊക്കെ ഒരു ഭാഗ്യം എന്നുള്ളതേ ഉള്ളൂ. വണ്ടി ഇടിച്ച് മരിക്കാത്തവരും ഇല്ലേ. അപ്പോൾ ഇത് നമ്മൾ പോസിറ്റീവും കൊടുക്കുക. പോസിറ്റീവ് നല്ല ടൈറ്റ് ചെയ്തു, ഊരിപ്പോരിയാലെന്ന് രണ്ടും കൺഫേം ചെയ്തു. ഇനി നമുക്ക് ഈ ബോർഡ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഇവിടെ വെച്ചൊന്ന് പാടിച്ച് നോക്കാം. എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ബോർഡ് ഫിക്സ് ചെയ്യാം. ഞാൻ ബോർഡിൻ്റെ അടിയിൽ ഒരു സാധനം വെക്കാനൊരു ഇൻസുലേറ്റർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് LED TV അകത്ത് വരുന്ന ഷീറ്റാണ്, പ്ലാസ്റ്റിക് ഷീറ്റാണ്. ഇനി നമുക്ക് സ്പീക്കർ കൊടുത്ത് ഇത് പാടുമോ എന്ന് കണ്ടിട്ട് ചെയ്യാം. അതിന് മുമ്പ് 2 സ്പീക്കറുണ്ട്. നമുക്ക് ഒരു ചുമന്ന സ്ലീവ് 2 കൊടുക്കാം. ചുമന്ന സ്ലീവ് നമ്മൾ സ്പീക്കർ വയറിന് 4 നമ്മൾ സ്ലീവ് ചെയ്തു. പിന്നെ നമുക്ക് മാറിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ ചെയ്യാറുള്ളൊരു ഇതുണ്ട്, കറുത്ത വരയുള്ള വയർ, അതിൻ്റെ നെഗറ്റീവ് വയർ ഇവിടെ വന്നു, കറുത്തത്. വരയില്ലാത്തത് പോസിറ്റീവ്. ഇവിടെയും കറുത്ത വരയുള്ള ഇതുണ്ട്, ഇതുപോലെ കറുത്ത വരയുള്ള നെഗറ്റീവ്, വരയില്ലാത്തത് പോസിറ്റീവ്. അങ്ങനെയാണ് തിരിച്ചറിയുന്നത്. ഇനി പോസിറ്റീവ് ഇതൊക്കെ കസ്റ്റമർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ഒരു പരിപാടി ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരു സ്ലീവ് ഇട്ടിട്ട് ആ സ്ലീവിനെ അവിടെ ടൈറ്റ് ചെയ്തേക്കും. അപ്പോൾ ഒരു കാരണവശാലും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, വരയുള്ള കറുത്ത വരയുള്ള നെഗറ്റീവ് ഉണ്ട്.
ചുമല സ്ലീവ് ഇട്ട് പോസിറ്റീവ് ഉണ്ട്. ആ മറ്റേതിനും അതുപോലെ തന്നെ നമ്മൾ ഒരു സ്ലീവ് അങ്ങോട്ട് വെച്ചാൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്റ്റൈൽ. പിന്നെ നമ്മൾ സോണിയൊക്കെ ചിലപ്പോൾ പണ്ട് ചിലതിനിങ്ങനെ മാറിപ്പോകാത്തതിന് ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ സ്ലീവ് ഇട്ട് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോണി പിന്നെ ഇങ്ങനെയുള്ള കണക്ഷൻസൊക്കെ കൊടുക്കുന്നത് വളരെ ഒരു കാരണവശാലും മാറിപ്പോകാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാണ് ആ കമ്പനി ചെയ്യാറ്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് രണ്ടും തിരിച്ചറിയാം, ഈസി ആയിട്ട് തിരിച്ചറിയാം. അപ്പോൾ നമ്മളിവിടെ കണക്ഷൻ കൊടുക്കാൻ പോവാം സ്പീക്കറിൻ്റെ പോസിറ്റീവ് ഇവിടെ ഇതുണ്ട്, ചുമല വരയിട്ട സാധനം നമ്മൾ കൊടുത്തു. വീണ്ടും നമ്മൾ അതിൻ്റെ നെഗറ്റീവ്, അതിൻ്റെ തന്നെ നെഗറ്റീവ് വേണം അതിൻ്റെ അടിയിൽ കൊടുക്കാൻ, മാറിപ്പോകരുത്. വീണ്ടും ഈ വയറിൻ്റെ പോസിറ്റീവ് നമ്മൾ റെഡിൽ കൊടുത്തു. പിന്നെ അതിൻ്റെ നെഗറ്റീവ് താഴെ നമ്മൾ കൊടുക്കുന്നു, താഴെ നമ്മൾ നെഗറ്റീവും കൊടുക്കുന്നു. എന്തും കൊടുത്തു കഴിഞ്ഞ് ഇങ്ങനെയുള്ള സ്റ്റിക്ക് ഒന്ന് വലിച്ചു നോക്കുന്നത് നല്ലതാണ്, വിട്ടുപോകാം. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് പാടിച്ച് നോക്കാം. പാടിച്ച് നോക്കാമെന്ന് പറയുമ്പോൾ ആദ്യം അതിന് സപ്ലൈ കൊടുക്കണം. സപ്ലൈ എല്ലാം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാം ഓക്കെ ആയിട്ടിരിക്കുകയാണ്. ബോർഡ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല, ബോർഡ് നമ്മളിപ്പോൾ തൽക്കാലം ചുമ്മാ പുറത്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ സപ്ലൈ കൊടുക്കുക. സപ്ലൈ കൊടുത്തു. FM മോഡ് വന്നു. നമുക്ക് FM നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. ഏരിയയിൽ നമ്മൾ ഇട്ടിട്ടില്ല, അങ്ങോട്ട് ഒരു ഇച്ചിരി വയറ് നീട്ടി ഇട്ടിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. കിട്ടുമെന്ന് നോക്കാം. ഇവിടെ ഒരു ഇച്ചിരി പ്രയാസമാണ് കിട്ടാൻ, ഒരു 90 ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ഓടി നോക്കട്ടെ. ഒരു കോളേജിൻ്റെ ഒരു FM റേഡിയോ ഉണ്ട്, അത് ചിലപ്പോൾ കിട്ടുമായിരിക്കും. സ്കാൻ ഇല്ല, കിട്ടിയില്ല. ഇതിൽ കൊടുത്താൽ അറിയാം. ഉണ്ടാകാൻ സാധ്യതയുള്ള ഹീറ്റ് ക്ലാംസ് എന്നിവയെ വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഉണ്ടാകാൻ സാധ്യതയുള്ള ഹീറ്റ് സിംഗിൾ
ഇതൊരു ടി വിക്കകത്തൊക്കെ വരുന്ന ഒരു ഷീറ്റ്. ആ ഷീറ്റ് ഞാനിവിടെ ഒരു എക്സ്ട്രാ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇവിടെ ഒട്ടിക്കുവാണ്. അത് നമ്മൾ ഒട്ടിച്ചിട്ട് ആ ബോർഡ് നമുക്കിവിടെ ഫിക്സ് ചെയ്യാൻ പോവാം. എല്ലാ വയറും ഇച്ചിരിച്ച് കൂടുതലൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും ഞാനൊന്നുകൂടെ ഒന്ന് ഫിക്സ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഈ വയറെല്ലാം കൂടെ ഒന്ന് ഒരു കെട്ടുപള്ളി ഇട്ടൊന്ന് കെട്ടി വെക്കാം. നമുക്കിവിടെ അങ്ങനെ കുറച്ച് കെട്ടുപള്ളി ഉണ്ടല്ലോ, ചെടുത്താണ്. സെറ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫ്രണ്ട് ആയിട്ടുണ്ട്, ആംപ്ലിഫയർ വെച്ചിട്ടുണ്ട്, വയറുകളെല്ലാം കെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്, സ്പീക്കറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ റിമോട്ട്, നമ്മൾ ഫ്രണ്ടിൻ്റെ റിമോട്ട്. ഇത് നമുക്ക് കവർ ഇട്ടാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. എൻ്റെ അകമെല്ലാം ഒന്ന് കാണിച്ചു. ബോർഡ് വെച്ചിട്ടുണ്ട്, ഗം ഇട്ടിട്ടുണ്ട്, അത് ലോക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം സെറ്റ് അടച്ചാൽ മതി. റേഡിയോ കിട്ടും, ഓക്സ് കിട്ടും, ബ്ലൂടൂത്ത് കിട്ടും, പെൻഡ്രൈവ് കിട്ടും, റിമോട്ട് കിട്ടും, എല്ലാ കാര്യങ്ങളും കിട്ടും. നേരത്തെ ഈ റേഡിയോയ്ക്ക് ഉണ്ടായിരുന്ന ഈ സെറ്റിനുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും കിട്ടും. ഇനി ഇത് സ്ക്രൂ ഇട്ടാൽ മാത്രം മതി. അപ്പം അങ്ങനെ ഫൈനലി നമ്മുടെ സിസ്റ്റം ഡാൻസിങ് ലൈറ്റും ബ്ലൂടൂത്തും FM-ഉം റേഡിയോയും ഓക്സിജനും എല്ലാ ഫെസിലിറ്റിയും. നേരത്തെ ഇതിന് ബ്ലൂടൂത്ത് ഇല്ലായിരുന്നു, പെൻഡ്രൈവ് ഇല്ലായിരുന്നു, ഇതൊന്നും ഇല്ലായിരുന്നു, സെറ്റായിരുന്നു. ഇതിപ്പോൾ ബ്ലൂടൂത്തായി, പെൻഡ്രൈവായി, ഓക്സിജനായി, FM റേഡിയോ നേരത്തെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാ സാധനങ്ങളോടെ ഫിറ്റ് ചെയ്തു. റിമോട്ട് അന്നും ഉണ്ടായിരുന്നു, ഇന്ന് വളരെ സിമ്പിൾ റിമോട്ടും ആയിട്ടുണ്ട്. സെറ്റ് ഫിനിഷ്ഡ് ആയിട്ടുണ്ട്. നമുക്കതിൻ്റെ ഫൈനൽ ചെക്കപ്പ് ഒന്ന് നോക്കാം. ഇപ്പോൾ ബ്ലൂടൂത്തിൽ നിന്ന് നമുക്കൊരു ഓഡിയോ ഇടാം, നമ്മുടെ തന്നെ ഓഡിയോ ഇടാം, അതിൻ്റെ ഒരു എഫക്റ്റും നോക്കാം.
മതി